പുറപ്പാട് 33:15 മോശ യഹോവയോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് അപേക്ഷിച്ചിരിക്കുന്നുവല്ലോ. ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകിത്തരുന്ന ഓരോ ദിനങ്ങളുടെയും പ്രഭാതങ്ങളിൽ നാം ഉണർന്ന് എഴുന്നേറ്റ് നമ്മളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്തിറങ്ങും മുമ്പ് നാം ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. 2 രാജാക്കന്മാർ 6:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവൻ അടിയങ്ങളോടുകൂടെ പോരേണമേ എന്ന് പ്രവാചകനോട് അപേക്ഷിച്ചതിനാൽ പ്രവാചകൻ അവരോടുകൂടെ പോകുകയും അവരിൽ ഒരാളുടെ വായ്പ വാങ്ങിയ കോടാലി ഊരി വെള്ളത്തിൽ പോയപ്പോൾ ദൈവപുരുഷനായ പ്രവാചകൻ നഷ്ടപ്പെട്ടുപോയ അവന്റെ കോടാലി അവന് തിരികെ ലഭിക്കുവാൻ ഇടയാകും വിധം അവന് വേണ്ടി പ്രവർത്തിച്ചതുപോലെയും 2 രാജാക്കന്മാർ 4:27 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ മകൻ മരണപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകന്റെ അടുക്കൽ വന്ന് തന്റെ സങ്കടം പറയുകയും തന്റെ കൂടെ ചെല്ലുവാൻ നിർബന്ധിച്ചത് നിമിത്തം കൂടെ പോയ പ്രവാചകൻ ആ ബാലനെ ജീവിപ്പിച്ച് അവന്റെ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തതുപോലെയും, പ്രിയ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം എല്ലായ്പ്പോഴും നമ്മളുടെ കൂടെയുണ്ടെങ്കിൽ അനുദിനം നമ്മളുടെ ജീവിതത്തിൽ നേരിടുന്ന ഏതു കഷ്ടനഷ്ടങ്ങളിലും നാം ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം നമ്മളുടെ നിലവിളി കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമ്മളുടെ ജീവിതമാകുന്ന പടകിൽ അടിച്ചുയരുന്ന ഏതു കാറ്റും ഏതു തിരമാലയും നമ്മളുടെ കർത്താവിന്റെ വാക്കിനാൽ ശാന്തമാകും. അതിനാൽ ദൈവത്തെ നമ്മളിൽ നിന്നും അകറ്റുന്ന യാതൊന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകാതെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.